ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് മൺഡേത്തേക്കുള്ള അനലൈസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വെരി വെരി ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി വിഷസ്. ഹോപ്പ് എല്ലാവരും നല്ലതായിരിക്കും ആൻഡ് നന്നായിട്ട് ആഘോഷിക്കും ഓണം. സോ നമ്മുടെ ചാർട്ട് അനലൈസിസ് കിടക്കാം ഫസ്റ്റ്. ഓക്കെ, നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ യെസ്റ്റർഡേ ഇന്നലത്തെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തത് ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ ആൻഡ് ദെൻ 620 ലെവൽ ഷെയർ ചെയ്തായിരുന്നു. റൈറ്റ്, 24,620. ഞാൻ പറഞ്ഞായിരുന്നു ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ സഡൻ മാർക്കറ്റ് തിരിച്ചകത്ത് അതിൻ്റെ അകത്ത് തന്നെ കയറണം. ഓക്കെ, അതാണ് ഞാൻ ഓപ്പൺലി ഞാൻ പറയാം. എനിക്കും പേഴ്സണലി എനിക്കും അറിയത്തില്ല മാർക്കറ്റ് ഇവിടെ വന്ന് എങ്ങനെ തിരിച്ച് കയറുമെന്നും. ബട്ട് യെസ്, ഇത് ഇവരുടെ SL സോൺ ആയിരുന്നു 620. ദാറ്റ് മീൻസ് 24,620 ആയിരിക്കും. പിന്നെ ബിയേഴ്സ് ആക്റ്റീവ് ആകും. ഓക്കെ, റീസൺ എന്തായിരുന്നു? നമ്മുടെ ഫുൾ ഞാൻ ഈ ലെവലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ജസ്റ്റ് 1 മിനിറ്റ്. ഞാൻ 620 ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് 620. ഇത് ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണല്ലോ. റൈറ്റ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫോർത്ത് വേവിൽ ഫോളാണ്. സോ ഫോർത്ത് വേവ് ഫോൾ നോർമലി കേസസിൽ 50% വരാറുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് 61.80%. എന്തിനാ ഇത് വന്നെങ്ങനെ അല്ലേ? ഇത് ഇല്ലിയറ്റ് വേവിൻ്റെ ഓരോരോ റൂൾസാണ്. ആ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ റൂൾസ് ആക്ച്വലി നോർമലി നമ്മളെവിടെയെങ്കിലും കോഴ്സൊക്കെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവർ പറഞ്ഞു തരത്തില്ല. നോർമലി ഇല്ലിയറ്റ് വേവിൻ്റെ 1, 2, 3, 4, 5 തിയറീസ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഞാൻ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്കെന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ഈ ഒരു സീക്രട്സ് ഉണ്ടല്ലോ, കുറച്ച് സീക്രട്സ്. ദാറ്റ് മീൻസ് ഒത്തിരി ഒന്നും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ അവിടെ ഇടയ്ക്ക് ഓടി നടക്കും. കുറേ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. എന്നാലും നമുക്ക് ഒരു എക്സാക്ട്ലി ഒന്ന് പിക്ചർ ക്ലിയർ ആവത്തില്ല. എല്ലാവരും സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കാര്യം, പ്രൈസ് ആക്ഷൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു തരുള്ളൂ. ബട്ട് നമ്മുടെ ഇല്ലിയറ്റ് വേവ് തിയറി പറഞ്ഞു തരും എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന 1, 2, 3, 4, 5. അത് കഴിഞ്ഞ് 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുളിഷ് ട്രെൻഡിൽ നിന്ന് മാറേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അവിടെ കോഷൻ സോൺ വരും 5 കഴിഞ്ഞാൽ. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൈസ് എപ്പോൾ വേണമെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് പ്രൈസ് ആക്ഷൻ വേറെ ലെവലാണ്. പ്രൈസ് ആക്ഷൻ ഓക്കെ, ഞാൻ ഇത് പറയണില്ല ഒന്നും, ഇത് നെഗറ്റീവ് അല്ലായിട്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് പ്രൈസ് ആക്ഷൻ ആൻഡ് ഇല്ലിയറ്റ് വേവ് തിയറിയുടെ ഈ രണ്ടും കൂടി മിക്സാണ്. ബട്ട് ഇല്ലിയറ്റ് വേവ് തിയറി കുറച്ചുകൂടി ക്ലിയാരിറ്റി തരും. ഇച്ചിരി ടഫാണ്. ക്ലിയാരിറ്റി തരും എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്താ നടക്കുക, മാർക്കറ്റ് എങ്ങനെ, ഏത് ലെവൽ, പെർഫെക്റ്റ് ലെവൽ, പിൻ പോയിൻറ്റ്. മോസ്റ്റ്ലി പിൻ പോയിൻറ്റ് ഞാൻ പറയാറുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര എപ്പോഴും എൻ്റെ ഇല്ലിയറ്റ് വേവ് തിയറിയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പിൻ പോയിൻറ്റ് ലെവൽ അവിടെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും ഇല്ലിയറ്റ് വേവ് തിയറി. സോ എക്സാക്ട്ലി ഇത് കണ്ട് 61.80%, 24,620. ഇത് ആരും പറയാത്ത ലെവൽസ് ആയിരിക്കും 620. നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 620. ആൻഡ് ഇന്നത്തെ ലോ ഇത് കണ്ടോ എത്രയാണ്? 621. ഓക്കെ, ജസ്റ്റ് 1 പോയിൻറ്റ് മിസ് ചെയ്തു. സോ അത്രയ്ക്ക് ഷാർപ്പാണ് നമ്മുടെ ഇതിൻ്റെ ഇല്ലിയറ്റ് വേവ് തിയറിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ. സോ ഇത് പഠിക്കുക എല്ലാവരും കൂടി. എൻ്റെ ചാനലിൽ പഠിക്കണമെന്നൊന്നുമില്ല, ഞാൻ എപ്പോഴും പറയാനുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചു. ബട്ട് ഇല്ലിയറ്റ് വേവ് തിയറി മസ്റ്റാണ്, നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇല്ലിയറ്റ് വേവ് തിയറി ഇപ്പോൾ വീക്കെൻഡ് ആണ്. സോ ഇല്ലിയറ്റ് വേവ് തിയറി മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കണം. തിയറീസ് എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, ലേണിംഗ് വീഡിയോസാണ്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റും നമ്മുടെ പിൻ ചെയ്തേക്കാം ആ ഒരു ലിങ്കൊക്കെ. ഓക്കെ, അങ്ങനെയും കാണാം. അല്ലെങ്കിൽ ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ മസ്റ്റായിട്ട് അത് കാണണം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഒരു ഡിസ്ക്രൈബ് ഞാൻ ചെയ്തായിരുന്നു. ഞാൻ ഇല്ലിയറ്റ് വേവ് തിയറി മസ്റ്റായിട്ട് പഠിക്കും. നമുക്ക് വേഗം ഇനി ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഫസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു? പ്രൈസ് ഇത്ര വരെ എന്തിനു വന്നു? നോർമലി ഫോർത്ത് വേവിൻ്റെ ഫോൾ 50% വരാറുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് 50% വരാറുള്ളൂ. ബട്ട് ഈ ഒരു കേസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തേർഡ് വേവ് ഗ്യാപ്പ് അപ്പ് ആവണം. തേർഡ് വേവ് ഗ്യാപ്പ് അപ്പ് ആവണം. എന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫോർത്ത് വേവ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ അത് ഇന്നലെ തന്നെ. ബട്ട് എന്തായി ഇന്നലെ തന്നെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തു. ദാറ്റ് മീൻസ് പ്രൈസിൽ എവിടെയോ വീക്ക്നെസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്നലെ എന്തായിരുന്നു ഇവിടെ 333 കറക്ഷൻ ഓർ ട്രയാങ്കിൾ പാറ്റേൺ ഫോർത്ത് വേവ് അങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളൂ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതേക്കണ്ട, ഇവിടെ ഇവർ ഉണ്ടാക്കിയായിരുന്നു. ഇന്നലെ തന്നെ ഇവർ ഉണ്ടാക്കി പകുതി ഹാഫ് ആയിരുന്നു. കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല. അത് മറ്റേ ഇത് ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ 333 കറക്ഷൻ. ഓക്കെ, 333 കറക്ഷൻ കംപ്ലീറ്റ് ആവുന്നവരെ, ഇൻറ്റേർണൽ കംപ്ലീറ്റ് ആവുന്നവരെ ആ താഴേക്ക് അത് വന്നുകൊണ്ടിരിക്കും 50% വരെ ഓർ
61.80% വരെ മാക്സിമം വരാറുണ്ട്. അത് 61.80 ഇന്ന് പെർഫെക്റ്റ്ലി ഒരു 61.80 കൊണ്ടുവന്നു. ദെൻ ആണ് അവിടെ നിന്ന് ഒരു പെർഫെക്റ്റ്ലി ഒരു ബൗൺസ് ഷാർപ്പ് നല്ല ഒരു ബൗൺസ് 200 പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് 620 to 800 വരെ പ്രൈസ് അവർ കൊണ്ടുവന്നു. സോ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. മനസ്സിലാക്കുക, ഷാർപ്പാണ്. നമ്മൾ പിൻ പോയിൻറ്റ്സ് മോസ്റ്റ്ലി പിൻ പോയിൻറ്റ് വർക്ക് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഓക്കെ, ഇതെങ്ങനെ ക്യാച്ച് ചെയ്യണം? ഇന്നലെ 620 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അത് വേഗം എന്ത് ചെയ്യുക? 620 വന്നു. 620 വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വേഗം സപ്പോർട്ട് ലെവലിൽ വന്നല്ലോ. 1 മിനിറ്റ് ടൈം ഫ്രീ വരിക. 1 മിനിറ്റ് ടൈം ഫ്രീ വന്നിട്ട് ഇവിടെ പ്രൈസ് എടുക്കുന്നു, സപ്പോർട്ട് എടുക്കുന്നു. 1 വേവ് ബൗൺസ്, സെക്കൻഡ് 2 3 4 5. മനസ്സിലായോ? ഇങ്ങനെ വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ. ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഇല്ലാന്ന്, 1 2 3 4 5 നമ്മുടെ ആ ഇമ്പൾസീവ് മൂവ്, നമ്മുടെ ആ കറക്ഷൻ അതിലേക്ക് വരുന്നുണ്ടോ ഇല്ലാന്ന്. ഇത് നിങ്ങൾ ഡീപ്പ്ലി ഇത് നമ്മളിവിടെ നോക്കുവാണെങ്കിലുണ്ടല്ലോ. സോ ഇവിടെ 1 2 3. ഓക്കെ, ഈവൻ നമ്മളിവിടുന്ന് 1 2 നമ്മൾ നോക്കി. ഓക്കെ, തേർഡ് കയറി പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർത്തിൻ്റെ ഫോൾ വരണമല്ലോ. സോ വേഗം ഇവിടെ നമ്മൾ ഫിബൊനാച്ചി വെക്കുക. ഫോർത്തിന് ഫോൾ വരുന്നുണ്ടോ ഇല്ല, 50% വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം. ഫസ്റ്റ് വേവിൻ്റെ അത്ര വരെ മാത്രമേ വരാറുള്ളൂ. കണ്ടോ ഇതൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഫിഫ്ത്ത് എങ്ങനെ കയറി ഗ്രീൻ ക്യാൻഡിൽസ് അടിച്ചു വരിക. അത്ര വരെയും പിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് എക്സ്റ്റൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഇത് എക്സ്റ്റൻഷനിലാണ് ഫുൾ. അതാണ് ഇത്രയ്ക്ക് ഷാർപ്പ് മൂവ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ അതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ആൻഡ് 333 കറക്ഷൻ അറിയാമല്ലോ. 333 കറക്ഷൻ്റെ റൂൾസ് എപ്പോഴും തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഷാർപ്പായിട്ട് കയറത്തുള്ളൂ, ഷാർപ്പായിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത്ര ഡിസ്കഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ, നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഞാനിപ്പോൾ എന്താ കാണുന്നത് നിങ്ങൾക്ക് ഡിസ്കസ്. യെസ്, ഇതാണ് റെസിസ്റ്റൻസ്. ഈ ഒരു 24,840 നല്ല റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോവുകയാണെങ്കിൽ വെരി ഗുഡ് അപ്സൈഡ് നമുക്ക് അപ്കമിങ് ടൈമിൽ കാണാം. ഓക്കെ, നല്ലൊരു അപ്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സപ്പോർട്ട് ചെയ്താൽ ഈ സപ്പോർട്ട് 24,620 ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീക്ക്നെസ് തുടങ്ങും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഐ തിങ്ക് ഇവിടെ ഒരു ട്രാങ്കിൾ ഒരു ട്രാങ്കിൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഓർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഒരു ഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ. ഇത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, സോ മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കണം. പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ. പിന്നെ ട്രയാങ്കിളിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയാൽ വെരി ഗുഡ് സെറ്റ്. നമുക്ക് ട്രയാങ്കിളിൻ്റെ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയാൽ ഇതിൻ്റെ കൺസോളിഡേഷൻ താഴേക്ക് വന്ന് വീണ്ടും ചിലപ്പോൾ ഇവിടെ താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ സൂപ്പർ നമുക്ക് ഇത് കിട്ടും, അപ്പ് മൂവ് കിട്ടും. ആ ഒരു കേസിൽ 620 തന്നെയാണ് നമ്മുടെ SL. 620 പോവുകയാണെങ്കിൽ സോ ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയുള്ള നിഫ്റ്റി എനിക്ക് പറയാൻ. ഐ ഹോപ്പ് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീക്കെൻഡിൽ എല്ലാവരും മസ്റ്റായിട്ട് എലൈറ്റ് ഫ്യൂച്ചറി ബൈ ഹാർട്ട് ചെയ്യുക, ഒന്നുകൂടി പഠിക്കുക. എത്ര ഈസിയാണോ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ പഠിച്ചു പോയിന്ന്. ആർക്കും ഒന്നും അറിയില്ല. ഞാൻ അത് തന്നെ പറയുള്ളൂ. റീസൺ ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തേക്കാൻ എന്താണ്, ആകെ ഇമ്പൾസീവ് മൂവ് 1 2 3 4 5. നിങ്ങൾക്ക് കറക്ഷനെ പറ്റി അറിയത്തില്ല. കറക്ഷൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് നേരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോ 1 hour വരെ പോകാം. നോർമലി ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ 20 minutes 25 minutes ആവാറുണ്ട്. സോ ആ എക്സ്പ്ലനേഷൻ തരാൻ എടുത്ത് ചിലപ്പോൾ ഞാൻ 1 hour വരും. സോ അത്രയ്ക്ക് ടൈം കിട്ടുന്നില്ല, ഷോർട്ടേജ് ആണ് ടൈമിൻ്റെ. ബിസിയാണ് എൻ്റെ ഷെഡ്യൂൾസും. അപ്കമിങ് ടൈമിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. നിങ്ങൾ പക്ഷേ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, വേഗം ബാനിഫ്റ്റി ലെസ്സസ് കിടക്കാം. ബാനിഫ്റ്റി ഇത്രയ്ക്ക് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. ബാനിഫ്റ്റി നമ്മുടെ എക്സാക്ട്ലി സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തു ആൻഡ് പ്രൈസ് തിരിച്ച് കയറി. അതാണ് അവരെല്ലാവരും കൂടി എക്സാക്ട്ലി ഇവിടെ നിന്നാണ് പൊക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബില്ല് പ്രൈസ് പോവുകയാണെങ്കിൽ ഇത് ഇന്നലെ ഈ ഷെയർ ചെയ്ത ലെവലാണ് ഇത്, തിക്ക് ഗ്രീൻ ലൈൻ. ഇതിൻ്റെ ബില്ല് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഒരു വീക്ക്നെസ് സൈനാണ്. ഓക്കെ, സോ അവർ അത് കറക്റ്റ് രക്ഷപ്പെട്ടു, നമ്മൾ സേഫായി. ഓക്കെ, ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ നമുക്ക് ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ഫർദർ സൈഡ് മൂവ് കിട്ടും. ബാക്കി ഇതിനകത്ത് വേറെ ചലഞ്ചസ് ലെവലിൽ ചേഞ്ചസ് എനിക്കൊന്നും വരുത്താനില്ല. കൗണ്ടിങ് ഇത് സപ്പോർട്ടാണ്. ഞാൻ ഇത് തന്നെ പറയുള്ളൂ, ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടുന്ന് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വരാൻ തുടങ്ങി ഇവിടുന്ന് ഫുൾ ഫിബനാച്ചി വെക്കുക. ഫിബനാച്ചി ഇവിടെ വരെ വെച്ചേക്കണം. ഓക്കെ, ഫിബനാച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി പറയുമ്പോൾ ഇത്ര വരെ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരുന്നുണ്ട്. ഇത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഐ തിങ്ക് മൺഡേ മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാം.
ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഭയങ്കര ഒരു സഡൻ ഒരു കൺഫ്യൂസിങ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഞാനും പ്രതീക്ഷയില്ല 80-90 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ്. ബട്ട് അതൊരു ഗ്യാപ്പ് അപ്പ് സഡൻ ആയി പോയി. പക്ഷേ ആ ഗ്യാപ്പ് അപ്പ് തിരിച്ച് താഴേക്ക് തന്നെ വന്നു ആ ഗ്യാപ്പ്. പക്ഷേ ഫിഫ്ത്ത് വേവിൽ ഒരു കാര്യം പറയാനുള്ളത്, ഫിഫ്ത്ത് വേവിൽ മോസ്റ്റ്ലി ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാറില്ല. ഗ്യാപ്പ് ഉണ്ടാകും, പക്ഷെ അത്ര സസ്റ്റെയിൻ ആവാറില്ല. ഫിഫ്ത്ത് വേവിൻ്റെ ഗ്യാപ്പ് സസ്റ്റെയിൻ ആവാറില്ല. അത് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. തേർഡ് വേവിൻ്റെ ഫിൽ ചെയ്യാറില്ല. ഫിഫ്ത്തിൽ മോസ്റ്റ്ലി ഉണ്ടാവാറില്ല. എന്ന് വെച്ചാൽ ഫിഫ്ത്ത് ആക്ച്വലി കറക്റ്റ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ തന്നെ ഇവർ അടിച്ച് കയറ്റി കൊണ്ടുപോകാറുണ്ട്. യൂഷ്വലി അങ്ങനെയാണ് കണ്ടേക്കാൻ. ഗ്യാപ്പ് റെയറാണ്. അപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ പേര് ഞാൻ ഇൻട്രഡേ സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഈവൻ സ്മോൾ ഗ്യാപ്പ് അപ്സ് ഒക്കെ നമുക്ക് കാണാൻ കിട്ടും. അത് നമുക്ക് അപ്കമിങ് ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് തിയറീസ് അതും വരും അപ്കമിങ് ടൈമിൽ. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് ഡിസ്കസ് ചെയ്യാം. സെൻസെക്സ് ഇതിൻ്റെ ബിലോ. ഓക്കെ, ആൻഡ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ സെൻസെക്സിൻ്റെ ട്രയാങ്കിൾ ഇങ്ങനെ തന്നെ വരച്ചേക്കാം. ട്രയാങ്കിൾ ഇതിനകത്ത് ഫോമായി. യെസ്, ഓക്കെ. ഇതാണ് നമ്മുടെ സെൻസെക്സിൻ്റെ. വേറെ സെൻസെക്സിന് എനിക്കൊന്നും പറയാനൊന്നുമില്ല. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ഇത്രയൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. ഇങ്ങനത്തെ ഒരു ലെവൽസാണ്. ഇങ്ങനെ തന്നെ ഇതിൻ്റെ ലെവൽസ് ഇരിക്കട്ടെ, മാറ്റം ഒന്നും ചേഞ്ചസ് ഒന്നുമില്ല. 1 2 3 ആൻഡ് 4 ആണ്. സോ ഇത് തന്നെ 12,685 ഇത് തന്നെ 80. ഓക്കെ, ഇത് തന്നെ സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫർദർ നമുക്ക് ഫോൾ കിട്ടത്തുള്ളൂ. ഓക്കെ, ബുളിഷ്നെസ് ഇതിൻ്റെ അബവ്. ഓക്കെ, സോ ഒരു ട്രയാങ്കിളോ 333 കറക്ഷൻ എന്താ ഉണ്ടാക്കേണ്ടത് നോക്കണം കേട്ടോ. ഓക്കെ, മിഡ് ക്യാപ് സെലക്റ്റിൽ ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ഇവിടെ ഉണ്ടാക്കണം. 1 2 3 4 ആണ് ഇത് കാണുന്നത്. 4 എങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ഇതുവരെ ഇപ്പോൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഇവിടെ കൺസോളിഡേഷൻ കാണാം. വീക്ക്നെസ് ഇതിൻ്റെ ബില്ലോ പോയാൽ വീക്ക്നെസ് കിട്ടും. 12,685 ബില്ലോ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.